അന്നൊരു ദിവസം പെട്ടെന്നായിരുന്നു വലിയേച്ചി പറഞ്ഞത് തഞ്ചാവൂര് പോയാലോന്ന്. ഞങ്ങള് തലേ ദിവസം തന്നെ പാലക്കാട് എത്തി. പിന്നെ അവിടെ കോയമ്പത്തൂർക്ക് ബസ്സിന് പോയിട്ട് അവിടെ നിന്ന് ട്രെയിനിന് കയറിട്ടോ. ഞാനുണ്ടല്ലോ ഈ ആകാശത്തിന്റെ ഭയങ്കര വലിയ ഫാനാണ്. നല്ല രസമുള്ള ഉദയവും അസ്തമയവും ഒക്കെ കണ്ടാൽ ഞാനിങ്ങനെ മദ്യം മറന്നിരുന്നു. അന്ന് രാവിലത്തെ ഉദയം ഉണ്ടല്ലോ, സീരിയസ്ലി ഞാൻ ഓർത്തു ഇതാണോ ഇന്ദ്രലോകത്തേക്കുള്ള വഴിന്ന്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഈ ഗംഗ ഹോസ്പിറ്റൽ കോയമ്പത്തൂരിലാണ്. എനിക്ക് ആക്സിഡന്റ് ആയപ്പോ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ ആംബ്യൂട്ടേഷൻ ഒക്കെ ചെയ്തത് അവിടുന്നായിരുന്നു. വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് ജീവൻ വരെ പോവാനിരുന്ന എന്റെ കാല് മാത്രം എടുത്ത് ജീവൻ തിരിച്ചു തന്നെ ഹോസ്പിറ്റലാണ്. ആക്ച്വലി പോണ വഴിക്ക് ഗംഗ കാണുന്നത് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ കണ്ടപ്പോ എനിക്ക് തോന്നി നിങ്ങളെ കാണിക്കാന്ന്. നമ്മുടെ നാട്ടിലെ ട്രെയിനിൽ ചായ ഒക്കെ കൊണ്ടുവന്ന പോലെ കേട്ടോ തമിഴ്നാട്ടിലെ മുല്ലപ്പൂവൊക്കെ കൊണ്ടു തരുന്നു. ഓരോ ലൈഫ് സ്റ്റൈലുകളല്ലേ. കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന നെൽപ്പാടങ്ങളൊക്കെ അവിടുത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ആമ്പൽക്കുളങ്ങളും കാണാൻ പറ്റി. തഞ്ചാവൂർ സ്റ്റേഷൻ ഇറങ്ങിയപ്പോഴല്ലേ നമ്മുടെ തഞ്ചാവൂർ ബൊമ്മേനെ കണ്ടത്. അപ്പൊ തന്നെ മനസ്സിലുറപ്പിച്ചു തിരിച്ചു വരുമ്പോ ഒരെണ്ണം എന്താണേലും വാങ്ങണമെന്ന്. തഞ്ചാവൂർ ട്രിപ്പിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചേർക്കാം. അപ്പൊ ഓക്കെ, ബൈ.